ഗുഡ് മോർണിംഗ്. RAC മോഡ്യൂൾ 4 സെക്കൻഡ് പാർട്ടാണ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. നമുക്ക് പരീക്ഷയ്ക്ക് അത്യാവശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെയുള്ള വിൻ്റർ, സമ്മർ എയർ കണ്ടീഷണർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതിൽ സെക്കൻഡ് പാർട്ടാണ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. എന്താണ് കൂളിംഗ് ലോഡ്? കൂളിംഗ് ലോഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നാണ്. 1 ton of refrigeration. The ton of refrigeration is unit of power to convert in watts, and 1 ton is equal to 3516 watts. അതായത് 3516 വാട്ട്സ് ആണ് 1 ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് 1 ടണ്ണുള്ള ഒരു AC നമ്മളുടെ റൂമിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട്സിന്റെ ജൂൾസ് പെർ സെക്കൻഡ് ആണ് വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജൂൾസ് പെർ സെക്കൻഡ്, അതായത് 3516 ജൂൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത്രയും ജൂൾസ് ഊർജം ഈ AC റിമൂവ് ചെയ്യും. അതായത് നമ്മളുടെ റൂമിനകത്തുള്ള ഓരോ എക്യുപ്മെന്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി, അതായത് ഒരു ഫാൻ ചിലപ്പോൾ 40 വാട്ട്സിൽ വർക്ക് ചെയ്യും, അതിലൊരു 20 വാട്ട്സ് അത് ഡെസിപ്പേറ്റ് ചെയ്യും ഹീറ്റായിട്ട്, ബാക്കി നമുക്ക് കാറ്റായിട്ട് കിട്ടും. ഒരു മനുഷ്യൻ 400 വാട്ട്സിന്റെ പണി എടുക്കേണ്ടതാണ്, അതിലൊരു 10-200 വാട്ട്സ് അവൻ ചൂടായിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോഴത്തേനും ഒരു 600 വാട്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് കൂടാതെ നമ്മളുടെ പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് വരുമ്പോഴത്തേനും അതിൽ ചൂടുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ടോട്ടൽ വാട്ട്സ് 3516 കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ആ റൂമിൽ ഒരു 1 ടണ്ണിന്റെ AC ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ടോട്ടൽ വരുന്ന ഹീറ്റ്, ഇൻപുട്ട് ഹീറ്റും ഇത് റിമൂവ് ചെയ്യണ ഹീറ്റ് ഈക്വൽ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. പക്ഷെ ഒരിക്കലും കൂളിംഗ് അതായത് അതിൽ നിന്ന് താഴേക്കുള്ള ടെമ്പറേച്ചർ വരില്ല. അതാണ് കൂളിംഗ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 വാട്ട്. അത് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണ്ണിന്റെ ഒരു ഐസ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യുമ്പോഴത്തേനും എന്തുമാത്രം ഹീറ്റാണ് അത് അബ്സോർബ് ചെയ്തതെന്ന് നോക്കിയിട്ടാണ് 1 ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ ഒരു ഇതാണ്. അത് യൂണിറ്റിൽ പറയുമ്പോഴത്തേനും 3516 വാട്ട്സ് ആണ്. ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിക്കണം എന്താണ് കൂളിംഗ് ലോഡ്, അതെന്തിനാണ് എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന്. അതായത് നമ്മളുടെ ഒരു സെൻട്രലൈസ്ഡ് AC അല്ലെങ്കിൽ ഒരു AC ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും അവിടെ എന്തുമാത്രം ടൺ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ വേണം എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂളിംഗ് ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യണം. കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വേണ്ട സ്ഥലത്തിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ എന്തുമാത്രം എയർ ഉണ്ട്, പുറത്തുനിന്ന് എന്തുമാത്രം എയർ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഉള്ളിലുള്ള എക്യുപ്മെന്റ്സ്, ആളുകൾ എത്ര പേര് വരും, ഇതെല്ലാം അവരുടെയും കൂടി ഹീറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഹീറ്റിനേക്കാളും കുറെ കൂടി വാട്ട്സ് കൂടിയ ടണ്ണിലുള്ള റെഫ്രിജറേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ആയിരിക്കും അതിൽ വെക്കേണ്ടി വരിക. ഈ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ടു ബി റിമൂവ്ഡ് ഫ്രം എ സ്പേസ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ് അറ്റ് എ ഡിസൈർഡ് ടെമ്പറേച്ചർ ബൈ ആൻ AC ആൻഡ് എ റെഫ്രിജറേറ്റർ ഇസ് നോൺ ആസ് കൂളിംഗ് ലോഡ്. ദി പർപ്പസ് ഓഫ് ദി ലോഡ് എസ്റ്റിമേഷൻ ഈസ് ടു ഡിറ്റർമിൻ ദി സൈസ് ഓഫ് ദി AC ആൻഡ് ദി റെഫ്രിജറേഷൻ എക്യുപ്മെന്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഇൻസൈഡ് എ ഡിസൈൻ കണ്ടീഷൻ ഡ്യൂറിംഗ് പീരീഡ്സ് ഓഫ് മാക്സിമം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഇനി എന്തൊക്കെ ഹീറ്റുകളാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് സോളാർ റേഡിയേഷൻ ത്രൂ വിൻഡോ. അതായത് നമ്മൾക്ക് ഉള്ളിലേക്ക് വീടിനുള്ളിൽ എവിടെയെങ്കിലും വെളിച്ചം വരണമെങ്കിൽ അതിനർത്ഥം ഒരു പ്രകാശം വരുന്നുണ്ട്. പകൽ സമയത്ത് ആ പ്രകാശം വരുന്നത് മെയിനായിട്ട് സോളാർ റേഡിയേഷനിൽ നിന്നാണ്. അപ്പോൾ റേഡിയേഷൻ മൂലം കുറച്ച് ഹീറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് കൂടി. അത് എന്തുമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യും. അത് നമ്മൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് റേഡിയേഷൻ, അതായത് ഇത്രയും വെന്റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു റൂമിൽ ഇത്രയും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി ഇത്ര സോളാർ റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ സോളാർ റേഡിയേഷൻ പല ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഓഫ് സൺ അതിനനുസരിച്ച് ചിലപ്പോൾ കുറയും. അപ്പോൾ നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയും ഇന്ന ഏരിയയിലാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്നാർ ഏരിയ അങ്ങനെയുള്ള ഏരിയയിൽ ചിലപ്പോൾ ഇത്തിരി കൂടി സോളാർ റേഡിയേഷൻ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള ഓരോ ഏരിയ അനുസരിച്ച് സണ്ണിന്റെ ഓൾട്ടിറ്റ്യൂഡും കാര്യങ്ങളും വരും. ഇനി പൊസിഷൻ ഓഫ് ദി സർഫസ് ഓഫ് ദി റെസ്പെക്റ്റീവ് ഡയറക്ഷൻ ഓഫ് ദി സൺ ഹൈ, അബ്സോർബിറ്റീവ് സർഫസിന്റെ അബ്സോർബിറ്റി, അതായത്
നമ്മൾ വീട്ടിലിപ്പോൾ വെള്ള പെയിന്റ് അടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അതല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ കുറച്ച് അബ്സോർബ് ചെയ്യുള്ളൂ. പിന്നെ സോളാർ റേഡിയേഷൻ രണ്ട് രീതിയിൽ വരും. ഡയറക്റ്റ് റേഡിയേഷനും ഡിഫ്യൂസ് റേഡിയേഷനും വരും. ഡയറക്റ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോയിൽ കൂടി നേരെ ഇങ്ങോട്ട് വരും. അത് കൂടാതെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കുറെ റേഡിയേഷൻസ് വരും. ഇനി കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ദ ഹീറ്റ് ട്രാൻസ്ഫർഡ് ബൈ കണ്ടക്ഷൻ ത്രൂ ദി വാൾസ് ആൻഡ് സീലിംഗ്സ് ഓഫ് ദി എയർ കണ്ടീഷൻ സെൽഡം സ്റ്റഡി വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടന്റ്. അതായത് നമ്മളുടെ റൂമും പുറത്തുള്ള സ്ഥലമായിട്ട് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഉള്ളിൽ ചൂട് ഫീൽ ചെയ്യണത്. അപ്പോൾ ആ ഹീറ്റ് എപ്പോഴും ഇങ്ങനെ കണ്ടക്ഷൻ ഹീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് എന്തുമാത്രം ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ടെന്ന് നോക്കും. ഹീറ്റ് അഡീഷൻ ബൈ ഒക്യുപ്മെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതായത് ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആളുകളുടെ എണ്ണം, അതുകൂടാതെ എക്യുപ്മെന്റ്സ്, എന്ത് സാധനം വർക്ക് ചെയ്യുമ്പോഴത്തേനും അത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഹീറ്റുകൾ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എത്രയെന്ന് വെച്ചിട്ട് ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ സീറ്റഡ് പേഴ്സൺ ടോട്ടൽ ഹീറ്റിന് 1 വാട്ട്, ഹെവി വർക്കാണെങ്കിൽ 440 വാട്ട്സ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കും. ഒരു സിനിമാ തിയേറ്ററിനകത്ത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ മൂവി ഉണ്ടാവില്ല, ഇരിക്കായിരിക്കും. അപ്പോൾ ഈ ഡെസിപ്പിറ്റേഷൻ കുറവായിരിക്കും. പക്ഷേ ഒരു മൂവ് ചെയ്യണ ഒരു ഇൻഡസ്ട്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഡെസിപ്പേഷൻ കൂടുതലായിരിക്കും. അതിനനുസരിച്ചുള്ള ഹീറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന ഒരു പേഴ്സൺ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കും. ഹീറ്റ് ഗെയിൻ ഫ്രം അപ്ലയൻസസ്, അതായത് ഓരോ അപ്ലയൻസസും വർക്ക് ചെയ്യുന്ന റൂമിൽ ഒരു ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു TV ഉണ്ട്, പോട്ടെ ഫ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളത് നോക്കും. ഇപ്പോൾ 5 ഫാൻ ഉണ്ടെങ്കിൽ 5 × 40 വാട്ട്സിൻ്റെ ഫാൻ ആണെങ്കിൽ 40 ഇട്ട് ഗുണിക്കും, മാക്സിമം ഇട്ട് ഗുണിക്കും. 40% അത് ഫുള്ള് ഡെസിപ്പേറ്റ് ചെയ്യില്ല, കുറച്ച് ഡെസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഇത്രേ ഉള്ളൂ. എക്യുപ്മെന്റ്സ് നോക്കുമ്പോഴത്തേനും ഓരോ എക്യുപ്മെന്റ്സിന്റെ വാട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വാട്ട്സ് കിട്ടും. ഏറ്റവും അവസാനത്തെയാണ് ഇൻഫിൽട്രേഷൻ ഓഫ് എയർ. നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഒരു ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം സോളാർ റേഡിയേഷൻ ഇത്രയാണ്, എക്യുപ്മെന്റ്സ് ഇതൊക്കെ ഇത്രയാണ്. ഇനിയുള്ളതാണ് ഇൻഫിൽട്രേഷൻ എയർ. അതായത് നമ്മളുടെ റൂമിലുള്ള എയർ പുറത്തുനിന്ന് എടുത്ത് മിക്സ് ചെയ്യാണ്ട് അകത്തുള്ളത് വെച്ച് തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എയറിന്റെ പ്യൂരിറ്റി കുറയും, തണുപ്പ് കിട്ടും, നല്ലപോലെ പ്യൂരിറ്റി കുറയും. അപ്പം നമുക്ക് എന്തായാലും മിക്സപ്പ് എയർ കൊടുക്കേണ്ടി വരും. മിക്സപ്പ് എയർ കൊടുക്കുന്ന രണ്ട് രീതിയിലുണ്ട്. ഒരെണ്ണം നമ്മൾ ഫോഴ്സ്ഫുള്ളി മിക്സപ്പ് ചെയ്യും, അതാണെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഉപയോഗിക്കാം. നമ്മളുടെ കേസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ കേസിലുള്ള സ്പ്ലിറ്റ് AC ആണെങ്കിൽ ജനലകളും വാതിലുകളും അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി, അല്ലെങ്കിൽ മാൻ ഹോളുകൾ ചെറുതുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി വരുന്ന എയർ മാത്രമാണ് ഇൻഫിൽട്രേറ്റഡ് എയർ. അതായത് AC വർക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ആയി കഴിയുമ്പോൾ പിന്നെയുള്ള ACയുടെ ലോഡ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഇൻഫിൽട്രേഷൻ ലോഡാണ് മെയിനായിട്ട് വരിക. ഇൻഫിൽട്രേഷൻ ലോഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് കമ്പീഷൻ വെച്ച് സൈക്കോമെട്രിക് ചാർട്ട് വെച്ച് നമ്മൾ ആ ലോഡ് കിട്ടും. ഇങ്ങനെയുള്ള കൂളിംഗ് ലോഡ് എസ്റ്റിമേഷനിൽ പ്രോബ്ലം വരുമ്പോഴത്തേനും നമ്മൾക്ക് ആയി കണ്ടുപിടിക്കേണ്ടത് ഇൻഫിൽട്രേഷൻ ലോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി സൈക്കോമെട്രിക് ചാർട്ട് വെച്ച്. ബാക്കി എല്ലാ ലോഡുകളും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും, അത് ആഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇൻഫിൽട്രേഷൻ air is that entering condition of the space through window cracks and opening door. This is caused by the pressure difference between the two sides of the window and door and depends upon the wind velocity and direction. അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇനി കൂളിംഗ് കോയിലിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ടാവും. അത് വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാം. പിന്നെ ഇവിടത്തെ കേസ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു പുതിയ കാര്യം വരുന്നുണ്ട്. അതിൽ നമ്മൾ ഈ സൈക്കോമെട്രിക് ചാർട്ട് വെച്ച് കണ്ടുപിടിക്കുന്ന സെൻസിബിൾ ഹീറ്റിന്റെ ലേറ്റന്റ് ഹീറ്റിന്റെ ഒപ്പം എക്യുപ്മെന്റ് ലോഡിന്റെ സെൻസിബിൾ ഹീറ്റും എക്യുപ്മെന്റ് ലോഡിന്റെ ലേറ്റന്റ് ഹീറ്റും കൂടി സെപ്പറേറ്റ് ആഡ് ചെയ്യണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ റൂമിന്റെ ടെമ്പറേച്ചറും കുറവായിരിക്കും, ഫാനിന്റെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഫാനിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും, പക്ഷെ അത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് രണ്ടും കൂടി ലേറ്റന്റ് ഹീറ്റ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞ അത് നമ്മൾക്ക് മാക്സിമം പ്രോബ്ലത്തിൽ തന്നെ തരും, സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും ഓരോ എക്യുപ്മെന്റിന്റെ. അതിനൊപ്പം തന്നെ നമ്മൾ ഇൻഫിൽട്രേറ്റഡ് എയർ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കും, ഇൻഫിൽട്രേറ്റഡിന്റെ സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും. അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു വരും.
ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിന്റെ ഒപ്പം ഒരു 6 കൂടി, 6 റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേനും റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലൈറ്റൻ ഹീറ്റ്. അതിൽ നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേനും സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്ന സെൻസിബിൾ ഹീറ്റ് പ്ലസ് എക്യുപ്മെന്റിന്റെ സെൻസിബിൾ ഹീറ്റുകൾ ഉണ്ടെങ്കിൽ, എക്യുപ്മെന്റും ഇൻഫിൽട്രേറ്റഡ് എയറിന്റെ ഒക്കെ സെൻസിബിൾ ഹീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി സെപ്പറേറ്റ് ആഡ് ചെയ്യണം. അതേപോലെ ലൈറ്റൻ ഹീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ കണ്ടുപിടിക്കുന്ന ലൈറ്റൻ ഹീറ്റ് പ്ലസ് ഓരോ എക്യുപ്മെന്റുകളുടെയും ലൈറ്റൻ ഹീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂം സെൻസിബിൾ, അതിൽ നമുക്കൊരു റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ ലൈനിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനുകളായിരിക്കും നമ്മളുടെ ഡിസൈഡ് കണ്ടീഷൻസ് ഒക്കെ ജഡ്ജ് ചെയ്യണത്. നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലേക്ക് ഒരു വര കാണാം. അതിൽ നമ്മൾക്ക് കിട്ടുന്നതാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ലൈൻ. ഇനി ഒരു ടിപ്പിക്കൽ പ്രോബ്ലം നോക്കാം. A small office hall of 25% capacity is provided with a summer air conditioning system with following data. Outside air condition 34° dBT and 28° wet bulb temperature. Inside condition 24° dBT and 50% RH. Volume of air supplied 0.4 meter cube per minute per person എന്ന് പറഞ്ഞാണ്. 25% ഉണ്ട്. Sensible heat load room is 12,5600 kilojoule per hour. Latent heat load room for 42,000 kilojoule per kilogram. Find sensible heat factor of the plant. അല്ലെങ്കിൽ കൂളിംഗ് ലോഡ് എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെ സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും സെപ്പറേറ്റ് എഴുതിയാലും മതിയാവും. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോഴത്തേനും 0.4 × 25 10 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് നമുക്ക് ടോട്ടൽ വേണ്ട വോളിയം. ഒരു പേഴ്സണ് ഒരാൾക്ക് 0.4 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സപ്ലൈ ചെയ്യേണ്ട എയർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അതിൽ നിന്ന് നമുക്ക് മാസ് കിട്ടും. എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യണം നോക്കാം. Cooling load estimation is a typical problem. A small office hall of 25% capacity provided with a outside condition. Outside condition 34° dBT and 25° wet bulb temperature ഉള്ള ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡ് കണ്ടീഷൻ 24° dBT ആൻഡ് 50% RH നമ്മൾക്ക് ആക്കണം. വോളിയം സപ്ലൈഡ് പെർ പേഴ്സൺ, ഒരു പേഴ്സണ് 0.4 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ എന്ന് പറഞ്ഞാണ്. 25 പേഴ്സൺ ഉണ്ട്. 25 പേഴ്സൺ ആകുമ്പോഴത്തേനും ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോഴത്തേനും എത്രയാ? 0.4 × 25 = 10 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഇനി ടോട്ടൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെയുള്ള സെൻസിബിൾ ലോഡ് = കിലോജൂൾ പെർ ഹവർ. latent heat = കിലോജൂൾ പെർ ഹവർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് ഈ ഇൻഫിൽട്രേറ്റഡ് ലോഡ് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് വഴി കണ്ടുപിടിക്കാം. അതിൽ 34° dBTയും 28° വെറ്റ് ബൾബ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു പോയിന്റ് കിട്ടി. അതിൽ നിന്ന് 24 dBTയും 50 RH കൂടിയുള്ള രണ്ടാമത്തെ പോയിന്റ് 1 to 2 H1 H2 HS. ഇതിൽ നിന്ന് നമ്മൾക്ക് സെൻസിബിൾ ഹീറ്റ് ഇൻഫിൽട്രേറ്റഡ് = സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ S2 എന്ന് പറയുന്ന പോയിന്റാണ്, S2. അപ്പോൾ HS - H2
ഇത് നമ്മൾക്ക് പെർ കെ ജിയുടെ കാര്യം പറയുന്നത്, അതിൻ്റെ ഒപ്പം മാസും കൂടി ആഡ് ചെയ്യണം. ഇനി ലൈറ്റൻറ്റ് ഹീറ്റ് ഇൻഫിൽട്രേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും H1 മൈനസ് HS ഇൻറ്റു മാസ് ഓഫ് എയർ, ഇത്ര നമ്മൾ കിട്ടി. ഇതിൽ ഇനി മാസ് ഓഫ് എയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നൊരു സ്പെസിഫിക് വോളിയം ലൈൻ വരച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് വോളിയം കിട്ടും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മാസ് ഓഫ് എയർ ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം V1/VA. അപ്പോൾ V1 എത്രയാ? 0.4 ഡിവൈഡ് ബൈ VA എന്ന് പറയുമ്പോഴത്തേനും V1 എന്ന് പറയുമ്പോഴത്തേനും 10 ഡിവൈഡ് ബൈ VA എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സ്പെസിഫിക് വോളിയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഒരു 0.8 ആണെന്നൊക്കെ വിചാരിക്കാം. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിലോഗ്രാം മാസ് ഓഫ് എയർ കിട്ടും. ഇനി ഇത് തമ്മിൽ ഗുണിക്കുമ്പോഴത്തേനും നമ്മൾക്ക് സെൻസിബിൾ ലോഡ് ഇൻഫിൽട്രേറ്റഡ് SH ആണെന്ന് വിചാരിക്കാം, ലൈറ്റൻ ലോഡ് ഇൻഫിൽട്രേറ്റഡ് SL ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾക്ക് എക്യുപ്മെൻറ്റിൻ്റെ സെൻസിബിൾ ഹീറ്റും ലൈറ്റൻ ഹീറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് സെൻസിബിൾ ഹീറ്റ് പ്ലസ് സെൻസിബിൾ ലോഡ് 12,560 കിലോ ജൂൾ പെർ അവർ. ടോട്ടൽ ലൈറ്റൻറ്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു സെൻസിബിൾ ലൈറ്റൻറ്റ് ഡിവൈഡ് ബൈ പ്ലസ് 42,000 കിലോ ജൂൾ. ഇനി റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ റൂം സെൻസിബിൾ ലോഡ് ഡിവൈഡ് ബൈ റൂം ലൈറ്റൻ ലോഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ പ്ലസ് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലൈറ്റൻ ഹീറ്റ് പ്ലസ് റൂം സെൻസിബിൾ ഹീറ്റ്. റൂം സെൻസിബിൾ ഹീറ്റ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതാം. പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയുള്ള അടിയിൽ എഴുതാം. അവിടെ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കിട്ടും. ഇനി പ്രോബ്ലം വേറെ രീതിയിൽ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കണ്ടീഷൻ തരുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇൻഫിൽട്രേറ്റഡ് ലോഡ് കിട്ടുക. അതിന് ഈ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. അത് കൂടാതെ നമ്മൾക്ക് ചിലപ്പോൾ എക്യുപ്മെൻറ്റുകൾ പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. എ ഫാൻ 400 വാട്ട്, 5 ഫാൻ, അല്ലെങ്കിൽ പേഴ്സൺസ് 400 വാട്ട്സ് 25% എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ലോഡുകൾ എഴുതുക. ലൈറ്റൻ ഹീറ്റ് ലോഡ് ഇത് സ്പ്ലിറ്റാക്കി എഴുതേണ്ടി വരും. ഈ 12,560 എന്ന് പറയുമ്പോഴത്തേനും ഫാനിൻ്റെ ലോഡുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ഫാനിൻ്റെ സെൻസിബിൾ ഹീറ്റും ലൈറ്റൻ ഹീറ്റും ഒക്കെ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ എഴുതേണ്ടി വരും. അങ്ങനെ എഴുതിയിട്ട് സെൻസിബിൾ ഹീറ്റും ടോട്ടൽ ഹീറ്റും ഉണ്ട്. എന്തായാലും ഇൻഫിൽട്രേറ്റഡ് ലോഡ് നമുക്കൊരു പ്രോബ്ലത്തിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും. അത് മാത്രം നമ്മൾ പ്രോബ്ലം വഴി കണ്ടുപിടിക്കുക, ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്യുക. അതിൽ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ വോളിയത്തിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം കിട്ടുമ്പോൾ എത്ര മാസ് കിട്ടും, ആ മാസും കൂടി എൻതാൽപ്പിയിൽ ഗുണിക്കുമ്പോഴാണ് നമ്മൾക്ക് സെൻസിബിൾ ഹീറ്റ് ഇൻഫിൽട്രേറ്റഡിൻ്റെ കിട്ടുക. മറ്റേത് അല്ലെങ്കിൽ പെർ കെ ജി കിട്ടുള്ളൂ. ഒരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. ഇത് കൂടാതെയുള്ള പ്രോബ്ലം ഉണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം.